സിംഗുലർ വേഴ്സസ് പ്ലൂറൽ. കാർ, ഒരു കാറിനെ നമ്മൾ കാർ എന്ന് പറയും. ഒന്നിലധികം കാർ ഉണ്ടെങ്കിൽ കാസ് എന്ന് പറയും. ബുക്ക്, ഒരു ബുക്കാണെങ്കിൽ ബുക്ക് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ബുക്കാണെങ്കിൽ ബുക്സ് എന്ന് പറയും. കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയും. ബട്ട് അറ്റ് സെയിം ടൈം ഇറ്റ്സ് മോർ ദാൻ വൺ, വി ഗോ ഫോർ സേയിങ് ഇറ്റ് കമ്പ്യൂട്ടേഴ്സ്. 50-60% ഓഫ് ദ വേർഡ്സിലും ഇങ്ങനെയാണ് സിംഗുലർ വേഴ്സസ് പ്ലൂറൽ. ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. സിംഗുലർ വേഴ്സസ് പ്ലൂറൽ. കാർ, ഒരു കാറിനെ നമ്മൾ കാർ എന്ന് പറയും. ഒന്നിലധികം കാർ ഉണ്ടെങ്കിൽ കാസ് എന്ന് പറയും. ബുക്ക്, ഒരു ബുക്കാണെങ്കിൽ ബുക്ക് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ബുക്കാണെങ്കിൽ ബുക്സ് എന്ന് പറയും. കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയും. ബട്ട് അറ്റ് സെയിം ടൈം ഇറ്റ്സ് മോർ ദാൻ വൺ, വി ഗോ ഫോർ സേയിങ് ഇറ്റ് കമ്പ്യൂട്ടേഴ്സ്. 50-60% ഓഫ് ദ വേർഡ്സിലും ഇങ്ങനെയാണ് സിംഗുലർ വേഴ്സസ് പ്ലൂറൽ. ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. സിംഗുലർ വേഴ്സസ് പ്ലൂറൽ പാർട്ട് 2. One mango, we say mango. More than one, we say mangoes. So ending it will be es, not s. Next one, this is box. More than one boxes, boxes. Ending is es. At the same time, this is brush. More than one brushes, brushes, which is es. So plural is not just about ending in s, it can end in es too. Keep this in mind. സിംഗുലർ വേഴ്സസ് പ്ലൂറൽ പാർട്ട് 3. ഒരു കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ ചൈൽഡ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഐ സോ എ ചൈൽഡ് ഓവർ ദെയർ. ഐ സോ എ ചൈൽഡ് ഓവർ ദെയർ. ഞാനൊരു കുട്ടിയെ അവിടെ കണ്ടു എന്ന് പറയാം. മെനി ചിൽഡ്രൻ വേർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. മെനി ചിൽഡ്രൻ വേർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. കുറെ കുട്ടികൾ പാർക്കിൽ കളിക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് ചൈൽഡ് ആൻഡ് ചിൽഡ്രൻ. ബട്ട് കൂടുതൽ സമയം നമ്മൾ ചെയ്യുന്ന തെറ്റാണ് ചിൽഡ്രൻസ് എന്ന് ഉപയോഗിക്കും. ചിൽഡ്രൻസ് എന്ന്. ബട്ട് ആസ് ഫാർ ആസ് ഇൻഫർമേഷൻ, ചിൽഡ്രൻസ് എന്നുള്ള വേർഡ് ഇംഗ്ലീഷിൽ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഡോണ്ട് ഫോർഗെറ്റ്, ഫോർ വൺ ചൈൽഡ് ഇറ്റ് ഇസ് ചൈൽഡ് ആൻഡ് ഫോർ മോർ ദാൻ വൺ ഇറ്റ് ഇസ് ചിൽഡ്രൻ, നോട്ട് ചിൽഡ്രൻസ്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. സിംഗുലർ വേഴ്സസ് പ്ലൂറൽ പാർട്ട് 4. ഒരാളെ കാണുന്നുണ്ടെങ്കിൽ പേഴ്സൺ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ പീപ്പിൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, the person sitting next to me was reading a newspaper. അതായത് എൻ്റെ അടുത്തിരിക്കുന്ന ആള് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു. ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ പീപ്പിളിലാണെങ്കിൽ മെനി പീപ്പിൾ ഗ്യാതേർഡ് ഇൻ ദ പാർക്ക് ഫോർ കോൺസേർട്ട്. അതെങ്ങനെ പറയും? കുറേ ആൾക്കാർ പാർക്കിൽ കൂടിയിട്ടുണ്ടായിരുന്നു. എന്തിന്? കോൺസേർട്ടിന് വേണ്ടിയിട്ട്. സോ ഡോണ്ട് ഫൊർഗെറ്റ് ടു ദി യൂസേജ് ഓഫ് ദി പീപ്പിൾ ആൻഡ് ദി പേഴ്സൺ. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്.